ഇപ്പോൾ 40കൾക്ക് ശേഷമുള്ള സ്ത്രീ എന്ന് പറയുന്നതിനെ സവിശേഷമായിട്ട് സ്ത്രീകൾ തന്നെ വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ അതിർവരമ്പായിട്ട് കാണുകയും ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, ആഘോഷിക്കുമ്പോൾ തന്നെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് എന്ന് പറയുന്ന രീതിയിൽ സാഹിത്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഒരാളുമായി കൂടിച്ചേർന്ന് ഒരു യാത്ര പോകാൻ തോന്നി, എനിക്കത് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. എന്നാൽ മറുവശത്ത് നിൽക്കുന്ന ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവരുത് അത്. ഇത്തരം സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളെ എങ്ങനെ നമ്മൾക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയും? ടീച്ചർ പോലും ഒന്ന് ഒതുക്കിയാണ് പറയുന്നത്. അതായത് എനിക്കിഷ്ടപ്പെട്ട അത് പുരുഷനാവട്ടെ ട്രാൻസ്ജെൻഡർ ആവട്ടെ ആരുമാവട്ടെ ആ വ്യക്തിയുടെ കൂടെ ഒരു യാത്ര പോകാൻ എനിക്ക് തോന്നിയാൽ അത് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കത്തിൽ പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനെ വിശദമായിട്ട് വിശദീകരിച്ച് പറഞ്ഞാൽ അത് കേൾക്കാവുന്നൊരു സമൂഹം തയ്യാറായിട്ടില്ല എന്നുള്ള ഭയം ടീച്ചർക്കില്ല. എന്തുകൊണ്ട് തോളിൽ കൈയിട്ട് എനിക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ ആ അത് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമൂഹം വളർന്നിട്ടില്ല. അതെ, 1ാം ക്ലാസ്സിലെ കുട്ടിയോട് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ?